2020 നവംബർ വണ്ടിയാണ്. BS6 ആണ് വരുന്നത്. മൈലേജ് ഉള്ള സെഗ്മെന്റ് ആണ്, അതുകൊണ്ടാണ് പുതിയ ഷേപ്പാണ് വരുന്നത് കേട്ടോ. ടിയാഗോന്റെ ലേറ്റസ്റ്റ് പുതിയ ഷേപ്പാണ്. 2012 XUV 500, കിലോമീറ്റർ 1,75,000, അതിലൊരു 1.45 വരെ കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ ഫിറ്റ് ആണ്, പുതിയ പേപ്പറാണ്. എത്ര കൊടുക്കാം? ഇത് ഫൈനൽ 2.95 കൊടുക്കാം. നമുക്ക് വേണ്ടല്ലേ? എയർ ബാഗ്, ABS, 4-door പവർ വിൻഡോ, സെന്റർ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ക്യാമറ. ഇത് 2014 ഡസ്റ്ററിൽ 85 RXL എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. മിഡ് ഓപ്ഷൻ ആണ്. മിഡ് ഓപ്ഷൻ ആണ്. 18 എബോവ് മൈലേജ് ഉണ്ടാവും അല്ലേ? മൈലേജ് കാര്യങ്ങളുണ്ടാവും, മെയിൻ്റെനൻസും കുറവായിരിക്കും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നല്ല ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ, ലോ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ പല സെഗ്മെൻറ്റ് വാഹനങ്ങളുണ്ട്. SUV ഉണ്ട്, സെഡാൻ ഉണ്ട്, ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് തുടങ്ങിയ മാർക്കറ്റിൽ ഡിമാൻഡഡ് ആയിട്ടുള്ള വാഹനങ്ങൾ നല്ല വിൽക്കുന്ന നല്ല അടിപൊളി ഒരു ഷോറൂമാണ് കോഴിക്കോട് ജില്ലയിലുള്ള സൂപ്പർ വീൽസ്. അതായത് നമ്മൾ ഇവിടുന്ന് ചെയ്ത വീഡിയോസിലൊക്കെ നല്ല റെസ്പോൺസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, വണ്ടിക്ക് എന്താ വില കൂടുതൽ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇല്ല, എല്ലാം നല്ല മിതമായ ഭാഗത്തിൽ വിലയിൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഷോറൂമാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ സ്വാഗതം ചെയ്യാം. ജിഷ്ണു സുഖല്ലേ? ജിഷ്ണു ആദ്യമായിട്ടല്ല, മുന്നേ വീഡിയോസിലുണ്ടായിരുന്നു. മെയിനായിട്ട് നിൽക്കാറുള്ളത് അനിരുദ്ധാണ്, പാർട്ണർ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ ഇഷ്ടം പറയാം? ഇപ്പം നമ്മളെല്ലാ വണ്ടിയും വില കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ന്യൂ ഇയർ, ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒന്നും കൂടി എല്ലാ വണ്ടികൾക്കും പറ്റുന്നത്ര, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ വണ്ടികൾക്കും ഒന്നും കൂടി റേറ്റ് കുറച്ചിട്ടാണ് വീണ്ടും പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. ഇനി കുറയ്ക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും മാറ്റമൊന്നുമില്ല. നമ്മുടെ മാർജിനിലാണ് മാക്സിമം കുറച്ചിട്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും ഈ ക്രിസ്മസും ന്യൂ ഇയറും കൂടി ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. ഓക്കെ. നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് എടുക്കാം, നമ്മളെ പിള്ളേർ തന്നെയാണ്, ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ട് പോകുന്നതാണ്. നമ്മളിപ്പോൾ രണ്ടര വർഷം ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആണ്. ഒരുവിധം വണ്ടികളൊക്കെ നമ്മൾ ചെയ്തൊരു 3-4 ദിവസം കൊണ്ട്, ഒരാഴ്ചനുള്ളിൽ തന്നെ എല്ലാ വണ്ടികളും പെട്ടെന്ന് പോകുന്നുണ്ട്. നല്ല റെസ്പോൺസ് ആണ്. ഓക്കെ, അടിപൊളി. എന്തായാലും ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പാറോപ്പടിയാണ്, അതായത് മലാപ്പറമ്പ് പോകുന്ന റൂട്ട്. മലാപ്പറമ്പ് വെള്ളിമടുന്നിലേക്ക് പോകുമ്പോൾ പാറോപ്പടി സിൽവർ ഹിൽസ് ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് സൈഡിൽ തന്നെ. ഓക്കെ. ബാക്കി കോൺടാക്ട് നമ്പറൊക്കെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോ വിടും. ജിഷ്ണു പോയി, അനിരുദ്ധ് തന്നെ വന്നു അല്ലേ? ഓക്കെ, അനിരുദ്ധ് വന്നു, വെൽക്കം. ഓക്കെ. അപ്പോൾ ആദ്യ വാഹനം ടിയാഗോ ആണ്. KL11 രജിസ്ട്രേഷൻ, കോഴിക്കോട് രജിസ്ട്രേഷൻ ടിയാഗോ, കാലിക്കറ്റ് രജിസ്ട്രേഷൻ വണ്ടിയത്. ഇത് 2020 ടിയാഗോ. ഓക്കെ. 20 ടിയാഗോ XC ആണ്. XC ബേസ് ആണ്. അതിൽ എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, XM ലെവലാക്കി. ഇതിൽ പിന്നെ കമ്പനി തന്നെ ഡ്രൈവർ എയർ ബാഗും ABS-ഉം റിവേഴ്സ് സെൻസറും വരുന്നുണ്ട്, സേഫ്റ്റി ഫീച്ചറായിട്ട് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ടാറ്റൻ്റെ ഒറിജിനൽ വീൽ കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കിലോമീറ്റർ 85,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. ഓട്ടം പോയിട്ടുണ്ടല്ലോ? ഓട്ടം ഉണ്ട്. 2020 നവംബർ വണ്ടിയാണ്. BS6 ആണ് വരുന്നത്. മൈലേജ് ഉള്ള സെഗ്മെന്റ് ആണ്, അതുകൊണ്ടാണ് പുതിയ ഷേപ്പാണ് വരുന്നത് കേട്ടോ. ടിയാഗോന്റെ ലേറ്റസ്റ്റ് പുതിയ ഷേപ്പാണ്. വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ പ്രൈസിങ് എങ്ങനെ? ഇത് ഫൈനൽ 395 കൊടുക്കാം, 395. അതിൽ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ ലോണും ചെയ്യാം. 3,95,000 2020 XC ടിയാഗോ ആണ്. ടിയാഗോ എന്ന് വെച്ചാൽ ഏകദേശം XM-ന്റെ ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം ചെയ്തിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്. അതെ. മൈലേജ് ഏകദേശം ഒരു 17-18 ആ ലെവലിൽ മൈലേജ് കിട്ടും. മെയിൻ്റെനൻസ് ഒരു 5,000 രൂപ. ഓക്കെ. മഹീന്ദ്ര XUV 500. അതെ. 2012 XUV 500, കിലോമീറ്റർ 1,75,000, അതിലൊരു 1.45 വരെ കമ്പനി സർവീസ് ഉണ്ട്. പിന്നെ W8 ആണ്. W8 ആണ്. W8 ഡീസൽ 10 എയർബാഗും കാര്യങ്ങളൊക്കെ വരും. ഒരു 12 റേഞ്ച് മൈലേജ് ഉണ്ടാവും അല്ലേ? 12 റേഞ്ച് മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. മൈലേജ് കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. പറഞ്ഞോളൂ പ്രൈസിങ് എങ്ങനെയാണ്? ഇത് ഫൈനൽ ഒരു 485 കൊടുക്കാം. 4,85,000 രൂപയ്ക്ക് 2012 W8 1,75,000 കിലോമീറ്റർ ഓടിയ മഹീന്ദ്ര XUV 500 നിങ്ങൾക്ക് സ്വന്തമാക്കാം. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. വേണ്ടിയല്ലേ? ഏകദേശം മെയിൻ്റെനൻസ് കോസ്റ്റ് ഒരു 7,000-6,000 ഒക്കെ ഒരു കമ്പനി സർവീസ് ചെയ്യുമ്പോൾ. ഓക്കെ. ലോൺ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഓക്കെ. മൈലേജ് ഞാൻ പറഞ്ഞാണ് ഒരു 12 റേഞ്ച് ഒക്കെ കിട്ടും. 12 ഹൈവേയിലൊക്കെ അടിച്ചാൽ ഒരു 14 വരെ കിട്ടും. ടൗണിൽ ഒരു 11-12 ആ റേഞ്ചിൽ. നല്ലൊരു സാൻഡ്രോ ആണ്. KL11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. അതെ. ഇത് 2008 സാൻഡ്രോ സിംഗിൾ ഓണർ വണ്ടിയാണ്. KL11 വരുന്നതാണ്. കിലോമീറ്റർ 82,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഫുള്ള് കമ്പനി സർവീസും സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 82 സർവീസ് ഉള്ളതാണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആകെ അത്ര തന്നെ ഓടിയിട്ടുള്ളൂ.
റിന്യൂവൽ എടുത്തതാണ്. ഇനിയിപ്പോൾ 2028 ഏപ്രിൽ വരെ പേപ്പർ ഫുള്ള് ഉണ്ടാവും. 5 വർഷത്തേക്കുള്ള ഫുള്ള് പേപ്പർ. വർഷം റിന്യൂവൽ എടുത്തോണ്ട് അപ്പോൾ 5 വർഷത്തേക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഞങ്ങൾ റേറ്റ് കൂട്ടിയിട്ടാണ് എടുത്തത്. എത്രയാണ് ഇത് ഫൈനൽ 1,15,000 രൂപ കിട്ടണം. 1.15, അതായത് ഫുൾ 5 വർഷം പേപ്പറിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നല്ല ക്വാളിറ്റിയുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ കമ്പനി ഹിസ്റ്ററി. നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 1 lakhന്റെ താഴെ ഈ സാധനം കിട്ടും. 1 lakhന്റെ താഴെയും വണ്ടി ഉണ്ടാവും. അതിന്റെ ക്വാളിറ്റി അങ്ങനെ ആയിരിക്കും. അത്രേ ഓക്കെ ഓക്കെ, ആ ഡിഫറൻസ് ഒന്നും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാ ഭാഗങ്ങളും ഒന്നും ചെയ്യാനില്ല, വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നല്ല വില കൊടുത്ത് മേടിച്ച വണ്ടിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു ക്ലീൻ പീസ് വാഹനമാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിൽ ഒരു ബ്ലാക്ക് ഡസ്റ്റർ KL56 കോഴിക്കോട് കൊയിലാണ്ട് രജിസ്ട്രേഷൻ വാഹനം. രജിസ്ട്രേഷൻ വണ്ടി. ഇത് 2014 ഡസ്റ്റർ. ഡസ്റ്ററിൽ 85 RXL എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. മിഡ് ഓപ്ഷൻ ആണ്. മിഡ് ഓപ്ഷൻ ആണ്. ഒരു 18 above മൈലേജ് ഉണ്ടാവും അല്ലേ? മൈലേജ് കാര്യങ്ങളുണ്ടാവും, മെയിൻ്റെനൻസും കുറവായിരിക്കും. ഇത് കിലോമീറ്റർ 1.34 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 2014 സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 1.33-1.32 വരെ കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്താണ് ഉണ്ട്. എല്ലാം ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നല്ല ക്ലീൻ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉണ്ട്. ആൻഡ്രോയിഡ് സീരി ഉണ്ട്, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ ഒക്കെ ഉണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ RXL ആണ്. അതിൽ 4 door power window, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. ഓക്കെ, ടയർസ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, എല്ലാ സാധനം ഒറിജിനൽ തന്നെയാണ്. എത്ര കൊടുക്കാം? ഇത് ഫൈനൽ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് 395 കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ ലോണും ചെയ്യാം. ലോണും കിട്ടും. 3,95,000 രൂപയ്ക്ക് 2014 RXL 85 PS ഡീസൽ ഡസ്റ്റർ സ്വന്തമാക്കാം. അതിനകത്ത് ഇത് മേജർ സർവീസും ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ബെൽറ്റ്, ക്ലച്ച് കാര്യങ്ങളൊക്കെ മാറിയതാണ്. ഇനി 2 ലക്ഷത്തിൽ ഇനി അടുത്തത് 2.25 ചെയ്താൽ പോരെ അല്ലേ? അതിന് അടുത്തത് 1 ലക്ഷം കഴിഞ്ഞ് ചെയ്താൽ മതി. സർവീസ് ഏകദേശം ഒരു 5,000-6,000 രൂപ കോസ്റ്റ് വരും സർവീസിന്. അത്രയും. അടുത്തൊരു 7 സീറ്റർ ഇന്നോവ KL14 രജിസ്ട്രേഷൻ ആയ വാഹനമാണ് അല്ലേ? റീവണ്ടി അല്ലേ? റീവണ്ടിയാണ്. ഓക്കെ, എങ്ങനെ? ഇത് 2006 ഇന്നോവയാണ്. 2012 നമ്പർ ആയതാണ്. 12 ഇങ്ങോട്ട് നമ്പർ ആയത്. ഏകദേശം 10-15 വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ ഓടുന്ന വണ്ടിയാണ്. ഓക്കെ, 6 വർഷം പുറത്തോടിയിട്ടുള്ളൂ. അതിന്റെ ഇരട്ടി ഇവിടെ ഓടി അല്ലേ? അതിന്റെ ഇരട്ടി ഇവിടെ ഓടിയിട്ട്. G4 ആണ്. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 door power window, സെൻട്രൽ ലോക്ക്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, റിയർ AC കൂടെ വരും. കമ്പനി അത് വരും. പിന്നെ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി മൊത്തത്തിൽ ക്ലീൻ ആണ്. ഷേപ്പ് ഒന്നും മാറ്റിയിട്ടില്ല, ആ ഒറിജിനൽ ഷേപ്പ് തന്നെയാണ്. ടൈപ്പ് 2 ആക്കിയിട്ടുണ്ട്. ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആക്കി. അലോയ് വീലും ഉണ്ട് കേട്ടോ വണ്ടിയിൽ. അലോയ് ഉണ്ട്, ടയർസും നല്ല. ഓക്കെ, സൈഡ് പ്രൊഫൈൽ നല്ല രസമുണ്ട് കാണാൻ. വണ്ടി നല്ല വൃത്തിയുണ്ട്, കാണാനൊക്കെ നല്ലതാണ്. ഓക്കെ, മൈലേജ് ഒരു 12-13 ആവറേജ് മൈലേജ് അത്ര കിട്ടുന്നുണ്ടാവുള്ളൂ. സർവീസ് കോസ്റ്റ് ഒരു 5,000. പേപ്പർ എന്താ ഇപ്പോൾ അവസ്ഥ? പേപ്പർ 2028 വരെ പേപ്പർ ഉണ്ട്. റിന്യൂവൽ തെറ്റിയെടുത്ത വണ്ടിയാണ്. 2006 മോഡലായിരുന്നു, പക്ഷേ 26 വരെയാണ് ഉണ്ടാവുക. റിന്യൂവൽ തെറ്റിയെടുത്തതിനെ കൊണ്ട് 28 വരെ പേപ്പർ ഉണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ്. ഇനി 5 വർഷത്തെ പേപ്പർ ഉണ്ടോ? പേപ്പർ ഉണ്ട്, ഫുൾ ഫിറ്റ് ആണ്, പുതിയ പേപ്പറാണ്. എത്ര കൊടുക്കാം? ഇത് ഫൈനൽ 2.95 കൊടുക്കുക. അതിൽ ലോണ് കിട്ടുന്നുണ്ടാവില്ല, ചാൻസ് ഇല്ല. അപ്പോൾ 2,95,000 രൂപയ്ക്ക് ഒരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ഇന്നോവ സ്വന്തമാക്കാം. പകുതി കണ്ടീഷൻ ഒന്നുമല്ല, പകുതി കണ്ടീഷൻ ചിലപ്പോൾ ഇതിലും വില കുറച്ചിട്ട് നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് കിട്ടും. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. മെക്കാനിക്കലി ഒക്കെ നല്ല ഫിറ്റ് ആണ്. കിലോമീറ്റർ കറക്റ്റ് അതിൽ 1.5 ലക്ഷമാണ് മീറ്ററിലുള്ളത്. എന്തായാലും നോക്കണ്ട, 3 ലക്ഷമൊക്കെ ഓടിയിട്ടുണ്ടോ? ഉറപ്പിക്കണ്ട, ഉറപ്പാണ്. വേറെ ഇപ്പോൾ ഒന്നും പണിയില്ല അല്ലേ? വേറെ ഒന്നും ചെയ്യാൻ നിലവിൽ പണിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ? അടുത്ത ZEN-Estilo. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2008 മോഡൽ 9 രജിസ്ട്രേഷൻ ZEN-Estilo സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്, ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പോൾ 52 സർവീസ് ചെയ്തതാണ്, ഈ കമ്പനിയിൽ നിന്നാണ് സർവീസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വണ്ടിയാണ് അല്ലേ ഇങ്ങനെ ഹിസ്റ്ററി കിട്ടുന്ന? കറക്റ്റ് ഹിസ്റ്ററി, പഴക്കം വെച്ചിട്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് 2008 9 രജിസ്ട്രേഷൻ അതിനെ കൊണ്ട് റിന്യൂവൽ ഫെബ്രുവരിയിലാണ് വരിക. നമുക്ക് 2 മാസം മുന്നേ റിന്യൂവൽ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ റിന്യൂവൽ എടുത്തിട്ട് പുതിയ ആൾക്ക് കൊടുക്കാം. ഓക്കെ, റിന്യൂവൽ എടുത്തിട്ട് നമുക്ക് പുതിയ പേപ്പർ എടുക്കുകയാണ്. 5 വർഷത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പർ, അതിനെല്ലാം ഫുൾ ഓക്കെയാണ്. ടയർ കാര്യങ്ങൾ എല്ലാം എല്ലാ ഭാഗവും വരുന്ന ഓപ്ഷനാണ്. ഇത് LXI ആണ്. അതിൽ ഫ്രണ്ട് പവർ വിൻഡോ, സെൻട്രൽ LXI സ്പോർട്സ് എന്ന് പറഞ്ഞ എഡിഷൻ. അത് അതിൽ സൈഡ് മിറർ ഇലക്ട്രോണിക് വരും. 2 door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, അത്രയും വരും. ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം സാധനം വർക്കിംഗ്. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് ഫൈനൽ 1.15 നമുക്ക് റിന്യൂവൽ എടുത്തിട്ട് കൊടുക്കാം. പേപ്പർ മാറിയിട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, മാന്യമായ വിലയാണ്. 1,15,000 റിന്യൂവൽ എടുത്തതിന് ശേഷമുള്ള വില തന്നെയാണ്. സർവീസ് കോസ്റ്റ് ഒരു 3,000-4,000 അത്രേ വരുള്ളൂ. മൈലേജ് ഒരു ടൗണിൽ ഒരു 13, ഹൈവേയിൽ ഒരു 16-17. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിന് അല്ലെങ്കിൽ ഈ ഒരു പുതുവർഷം വരാൻ പോവാണ്. അതിന് മുന്നേ ഒരു കാർ സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും
കോൺടാക്ട് ചെയ്യുക. അങ്ങനത്തെ വാഹനങ്ങളാണ് കൂടുതലും കാണുന്നത്. അതെ കമ്പനി നിർത്തിപ്പോയാലും ഇന്നും ആരാധകരുള്ള ഒരു ബ്രാൻഡാണ് ഈ ഫോർഡ് എന്ന് പറയുന്നത്. അതെ അല്ലേ? അതിൽ തന്നെ പല വണ്ടികളും പലർക്കും പല ആരാധകരാണ്. അതെ അതെ. ഇത് ഫ്രീ സ്റ്റൈലാണ്, ഫോർഡ് ഫ്രീ സ്റ്റൈൽ KL76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷനുള്ള വാഹനം. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2020 5ാം മാസം വണ്ടിയാണ്. 2020 5ാം മാസം ഫ്രീ സ്റ്റൈൽ ടൈറ്റാനിയാണ്. ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയാണ്. ഓക്കെ. എന്താ പ്ലസ് വരും, എന്താ ഡിഫറൻസ് വരുന്നത്? പ്ലസിൻ്റെ അകത്ത് 6 എയർ ബാഗ് വരും, പിന്നെ ക്ലൈമറ്റ് AC വരും, ബാക്ക് വൈപ്പർ വരും. ഓക്കെ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടുതൽ. നമുക്ക് വേണ്ടല്ലേ ഇല്ലേ? എയർ ബാഗ്, ABS, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ക്യാമറ, മിറർ ഇലക്ട്രോണിക് ആണ്, അതെല്ലാം ഉണ്ട്. ഇത് 2020 മോഡലാണ്. കിലോമീറ്റർ 81,000, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഡീസൽ നല്ല മൈലേജ് ഉള്ള ഒരു സെഗ്മെന്റ് ആയിരിക്കും. മൈലേജ് 20-21 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. ഫോണിന്റെ ഡീസൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. ഓക്കെ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റാണ് വണ്ടി കാണുമ്പോൾ. നീറ്റാണ്. 81 ഇപ്പോൾ സർവീസ് ചെയ്താണ്. നല്ല ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ലാത്ത. ആ ടയേഴ്സും ഉണ്ട്. 81 സർവീസ് ചെയ്താണ്. ഇനി അടുത്ത 91 കമ്പനി സർവീസ് തന്നെ ഫുൾ കമ്പനി സർവീസ് ആണ്. ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഫുൾ കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് ഫൈനലായിട്ട് 5,70,75,000 രൂപ കൊടുക്കാം. അതിലൊരു 4 രൂപ നമുക്ക് ലോണും ചെയ്യാം. ഓക്കെ. അത് ഫോർഡ് കമ്പനി നിർത്തിയതുകൊണ്ടാണ് അത്ര ലോൺ കുറവ്. കമ്പനി ഉണ്ടായിരുന്ന ചിലപ്പോൾ അതിന്റെ മേലെ കിട്ടിയത്. ഓക്കെ. 5,70,75,000 അന്ന് ഇറങ്ങിയ സമയത്ത് 10 ലക്ഷം രൂപേൻ്റെ അടുത്തുള്ള വണ്ടിയാണ്. 10 ലക്ഷം വരെ വരുന്ന വണ്ടിയാണ്. 5,70,75,000 2020 85,000 കിലോമീറ്റർ ഓടിയ ഫോർഡ് ഫ്രീ സ്റ്റൈൽ ടൈറ്റാനിയം ഡീസൽ സ്വന്തം. അടുത്തൊരു സെമി പ്രീമിയം ആണ്, സ്കോഡ സൂപ്പർ. എവിടെയാണ് രജിസ്ട്രേഷൻ? ഇത് കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് 2010 സൂപ്പർബ് ഡീസലാണ്. ഓക്കെ. ഡീസൽ അതിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതിൽ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇത് എത്ര CC വരുന്നത്? ഇത് 2000 cc 2 ലിറ്റർ TDI. അതിൽ ഫീച്ചേഴ്സ് കുറേ ഉണ്ടാവും. പറയാം, എയർ ബാഗ് 6 ഉണ്ടാവും, 6-8 എയർ ബാഗ് ഉണ്ടാവും. സൺറൂഫ് സൺറൂഫൊക്കെ വണ്ടിയാണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് എല്ലാം കൂടുതലൊന്നും പറയാനില്ല. ഒരു പ്രീമിയം സെഗ്മെന്റ് തന്നെയാണ്, സെമി അല്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതല്ല. അതിൽ കുറേ സാധനങ്ങൾ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ സ്കോഡയാണ്, പവർ കൊണ്ടും എല്ലാം കൊണ്ടും. ഇത് കിലോമീറ്റർ 94,000 കിലോമീറ്ററാണ് ഓടിയത്. സർവീസ് ഹിസ്റ്ററി ഒരു 70 വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ബാക്കി പുറത്തുനിന്നാണ് ചെയ്തത്. 2010 3ാം മാസം വണ്ടിയാണ്. ഓക്കെ. KL11 വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ എല്ലാ സാധനവും വർക്കിംഗ് ആണ്, ഗുഡ് കണ്ടീഷനാണ്. മൈലേജ് ടൗണിൽ ഒരു 12-13, ഹൈവേയിൽ ഒരു 15-16 അത്രയാണ് കിട്ടുക. അത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് DSG ഡീസലാണ്. അതിൽ പാഡൽ ഷിഫ്റ്റും ഈ ഇതൊക്കെ വരും. സ്റ്റിയറിംഗിൽ പ്ലസും പാഡൽ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് മാനുവൽ പോലെ സ്റ്റിയറിംഗിൽ പ്ലസ് മൈനസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റിയറിംഗിൽ അടിയിൽ ഒരു പെഡൽ ഉണ്ടാവും, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതും സ്പോർട്സ് മോഡും അതൊക്കെ വരുന്നതാണ്. എല്ലാം ഉണ്ടല്ലോ. എല്ലാം വരും. ഓക്കെ. അപ്പോൾ 2009 പറഞ്ഞാൽ 2010 2 ലിറ്റർ TDI. 2 ലിറ്റർ TDI അത്രയേ ഉള്ളൂ. LNK പവർ ആയിരിക്കും. മൈലേജ് 12-13 സിറ്റിയിൽ, ഹൈവേയിൽ ഒരു 15. 2 ലിറ്റർ ആണ്, നല്ല പവർ ഉണ്ടാവും. അത്ര മൈലേജ്. പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് ഫൈനൽ ഒരു 295 കൊടുക്കാം. 295. 2,95,000 2010 ടോപ്പ് എൻഡ് സ്കോഡ സൂപ്പർ 2 ലിറ്റർ TDI വണ്ടിയാണ്. അപ്പോൾ ലോണും കാര്യം ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ലോണൊന്നും കിട്ടില്ല. മെയിൻ്റനൻസ് ഓയിൽ സർവീസ് മാത്രം വാങ്ങിച്ചാൽ പോളോൻ്റെ സെയിം തന്നെ വരുള്ളൂ. കാരണം 5,000-6,000 രൂപ വരുള്ളൂ. ഇതിനൊക്കെ അങ്ങനത്തെ മെയിൻ്റനൻസ് കണ്ടാൽ പോരാ. അതിന് പക്ഷേ മെക്കാനിക്കലി എന്തെങ്കിലും പാർട്സ് കാര്യങ്ങളൊക്കെ പോയാൽ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ടാവും. കാരണം റേറ്റ് കാര്യങ്ങളുണ്ടാവും. കാരണം അത്ര പൈസ ഉള്ള വണ്ടിയാണ്. ആവറേജ് ആയിട്ട് നമുക്കൊരു 10,000 രൂപ, ഒരു 10,000-ൽ കാണാം. ഓക്കെ. ഓക്കെ, അത്രേ ഉള്ളൂ. സ്വിഫ്റ്റാണ്, KL42, എറണാകുളം ജില്ല, പറവൂരാണ് രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ. 2009 സ്വിഫ്റ്റ് പെട്രോൾ VXI, സെക്കൻഡ് ഓണർ, 1.18 ഓട്ടോ. പെട്രോളാണ്. പെട്രോൾ മാനുവൽ ഗിയർ. മൈലേജ് ഒരു 13-14 ആ റേഞ്ചിൽ. ടൗണിൽ ഒരു 16 വരെ ഹൈവേയിലും കിട്ടും. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരും. ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. വണ്ടി ഒരു 1.58 ഫൈനലിൽ കൊടുക്കാം. 1,58,000 2009 സ്വിഫ്റ്റ് VXI. ഓക്കെ. സ്വിഫ്റ്റ് VXI പെട്രോൾ. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പേപ്പർ അടുത്ത വർഷം ജൂൺ വരെ. നീറ്റ് വണ്ടിയാണ്. അടുത്ത വർഷം ജൂണോ ജൂലൈ വരെ പേപ്പർ റിന്യൂവൽ എടുക്കേണ്ടി വരും. ഓക്കെ. എല്ലാ ഭാഗങ്ങളും പെർഫെക്റ്റ്, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാം. തീർച്ചയായും വലിയ മെയിൻ്റനൻസ് വരില്ല, സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, തീർച്ചയായും എടുക്കാൻ പറ്റും. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു 5,000-4,000 അത്ര ഉണ്ടാവും സാധാരണ പെട്രോൾ വണ്ടിന്. പഴയ ഫോർഡ് ഫിഗോ. 2011 ഫിഗോ ടൈറ്റാനിയം. ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. അതിൽ എയർ ബാഗും ABS-ഉം അലോയ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ്, കിലോമീറ്റർ 1 lakh. ഡീസലോ പെട്രോളോ? ഡീസൽ. മൈലേജ് ഉണ്ടാവില്ല അത്യാവശ്യം. മൈലേജ് 17 മുതൽ 20 വരെ മൈലേജും കിട്ടും.
സർവീസ് കോസ്റ്റ് ഒരു 4000-5000 ആ റേഞ്ചിൽ വരുള്ളൂ. ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ഒരു 148 കൊടുക്കാം. 1,48,000. 1,48. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടി. ഒരു ക്ലീൻ നല്ലൊരു ഡീസൽ വാഹനം 1,48 സ്വന്തമാക്കാം. ഇതിലും ലോണും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ലോൺ കിട്ടില്ല. ഹ്യുണ്ടായ് ഇയോൺ എങ്ങനെ ഡീറ്റെയിൽ? 2016 ഇയോൺ മാഗ്ന പ്ലസ്. അത് മാഗ്ന പ്ലസ് ആണല്ലേ? മാഗ്ന പ്ലസ് 1000 cc അല്ലെങ്കിൽ അല്ല 800 cc. അതിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 48,000 കിലോമീറ്റർ കമ്പനി സർവീസിലാണ്. ഇതിൽ 2 ഡോർ പവർ വിൻഡോ ആണ് വരിക. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. മാഗ്ന പ്ലസ് പറയുമ്പോൾ സ്റ്റീരിയോ വരും, സെൻട്രൽ ലോക്കും കൂടെ വരും. 13 ഇഞ്ചിന്റെ വീല വരാം. ഹീറോ പ്ലസിൽ 12 വരാം. അത്ര തന്നെ. നല്ല സീറ്റ് കവേഴ്സ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. സീറ്റ് കവേഴ്സ് ഉണ്ട്, അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ 2,30,000 രൂപ കൊടുക്കാം ഫൈനൽ. 2016 16. മാഗ്ന പ്ലസ് ആണ്, ഇറ പ്ലസ് അല്ല. അതിന്റെ മേലെ വരുന്ന ഓപ്ഷനാണ്. റേറ്റ് ഏകദേശം 2 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാം. 10,000-30,000 രൂപ. നല്ലൊരു വാഹനം സ്വന്തമാക്കാം. ചെറിയ ബഡ്ജറ്റിൽ തന്നെ ഇത് ഇറക്കാൻ പറ്റും. ഏകദേശം 18-19 റേഞ്ച് മൈലേജ്. 18-19 റേഞ്ച് മൈലേജ് കിട്ടും. സർവീസ് കോസ്റ്റ് 2,000-3,000, വളരെ ചെറിയ സർവീസ് കോസ്റ്റ്. വാഗണർ KL 54 പൊന്നാനി രജിസ്ട്രേഷൻ വാഹനം. 2010 വാഗണർ K സീരീസ് 97,000 കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. മൈലേജ് ഒരു 18, സർവീസ് കോസ്റ്റ് 2,000 രൂപ ആ റേഞ്ചിൽ. ഇത് നമുക്ക് ഫൈനൽ 1,79,000 രൂപ കൊടുക്കാം. 2009 അല്ല? ഇല്ല 2010 K സീരീസ്. ഇത് പുതിയ ടൈപ്പ് 3 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വണ്ടി. ന്യൂ ഷേപ്പിലേക്ക് മാറി. മൈലേജ് നല്ല ഉള്ള വണ്ടിയാണ്. ഫസ്റ്റ് ഷേപ്പ് മാറുന്നത് 2010 തന്നെയാണ്. 2010 2 ഷേപ്പ് ഇറങ്ങിയിട്ടുണ്ട്. 4 സിലിണ്ടറും ഉണ്ട്, 3 സിലിണ്ടറും. 3 സിലിണ്ടറിന് മൈലേജ് കൂടും, അതാണ് അതിൻ്റെ. ഇതിൽ ക്ലച്ച് കാര്യങ്ങളൊക്കെ പുതിയതാണ്, സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഒന്നും വർക്കൊന്നും എടുക്കാനില്ല. എല്ലാ ഭാഗം ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. K സീരീസ് എഞ്ചിനാണ്. ഒരു 15, 16, 17 ആ റേഞ്ചിൽ ഫൈനലൊക്കെ എന്തായാലും കിട്ടും. ഫിക്സഡ് പ്രൈസ് ആണ് 1,79 ഫൈനൽ പ്രൈസ്. ഫൈനൽ റേറ്റ് 1,79,000. ലോണ് ചാൻസ് ഉണ്ടോ? ലോണ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ചെറിയ ചിലപ്പോൾ ഒരു 1 ലക്ഷമൊക്കെ കിട്ടിയായിരിക്കും. വേണ്ട, എടുക്കണ്ട. എന്തായാലും കിട്ടിയാലും ഒരു വർഷത്തേക്ക് കിട്ടുള്ളൂ. ഡാറ്റ്സൺ റെഡിഗോ KL 11 അല്ല? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 റെഡിഗോ 35,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1 ലിറ്റർ ആണ്. 1 ലിറ്റർ മാനുവൽ അല്ല? മാനുവൽ ഗിയർ. ഇതിൽ 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, ABS വരും. എയർ ബാഗ് ഉണ്ടാവില്ല, ABS ഉണ്ടാവും. ഇത് മൈലേജ് നല്ല മൈലേജ് കിട്ടും. ഒരു 17-18 മൈലേജ് കിട്ടും. സർവീസ് കോസ്റ്റ് ഒരു 4,000-5,000 അത്രേ വരുള്ളൂ. എത്ര കൊടുക്കാം? നമുക്കിത് ഒരു ഫൈനൽ പ്രൈസ് ആയിട്ട് 2,25,000 കൊടുക്കാം. ഏകദേശം ഒരു 190 ലോണും ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ കിട്ടുന്നുണ്ട് ചെറിയ ബഡ്ജറ്റിൽ. 2,25,000 രൂപയ്ക്ക് ഒരു 2019 വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചെറിയ ബഡ്ജറ്റിൽ നല്ല മോഡൽ കൂടിയ വണ്ടി. വലിയ മെയിൻ്റെനൻസും ഇല്ല. ഇതിനൊക്കെ സർവീസ് വരുന്നത് നിസാൻ തന്നെയാണ്. സർവീസ് ചെയ്യാൻ പറ്റും. അല്ല, വരുന്നത് ഞാൻ പറയാണ്, കമ്പനി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററി എടുക്കാൻ പോകുകയാണെങ്കിൽ നിസാനിൽ പോയാൽ മതി. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കാണിച്ച ഓൾമോസ്റ്റ് വണ്ടികളും ഇനിയും ഇവരുടെ അടുത്ത് കുറച്ച് സ്റ്റോക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതൊരു നമ്മൾ കൊള്ളിക്കുന്ന ഒരു പരമാവധി കൊള്ളിച്ചും അല്ലേ? വണ്ടിയാണ്. ഇനിയും SUV സെഗ്മെന്റ് ഒക്കെ തന്നെ ഉണ്ട്. ഡീസൽ SUVകളൊക്കെ ഉണ്ട് അല്ലേ? കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടി കാണിച്ചു കഴിഞ്ഞു. ഇനി പുതിയൊരു വർഷത്തിൽ നമുക്ക് പുതിയ സ്റ്റോക്കുകളായിട്ട് അടുത്ത മാസം നമുക്ക് പുതിയ സെറ്റ് വണ്ടികളൊക്കെ എല്ലാ വണ്ടിയും പോട്ടെ. തീർച്ചയായും. അതായത് ഒരു വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എടുക്കാൻ പറ്റും. എല്ലാം നല്ല വണ്ടികളുമാണ്. എല്ലാം നല്ല വിലപ്പാകത്തിൽ തന്നെയാണുള്ളത് കൊടുക്കുന്നത്. നല്ല വിലപ്പാകം മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.